ഹായ് ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വാട്ടമ്മ ഈറ്റിനെ ഡേ ആണ് കേട്ടോ. അപ്പം എല്ലാവരും ചെയ്യുന്ന കണ്ടപ്പം എനിക്കും തോന്നി ചെയ്യാമെന്ന്. ഞാൻ ഒരിടത്തും കൃത്യമായിട്ട് ഇരുന്ന് കഴിക്കുന്ന ഒരാളോ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളോ വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളോ ഒന്നും അല്ല. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് കുറച്ചൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. അത് മിക്കവാറും ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ജഗ്ഗിൽ തന്നെയായിരിക്കും മിക്കവാറും കുടിക്കുന്നത്. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കഷായങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആഹാരത്തിന് മുമ്പ് അപ്പം ആ ഒരു കഷായം കുടിക്കണം. അപ്പം അത് കുടിക്കാനായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഭയങ്കരമായ കയർപ്പോ പുളിയോ അങ്ങനെയൊന്നുമില്ല. ഒരു നോർമൽ കഷായമാണ്. നമുക്ക് കുടിക്കാൻ പറ്റിയ തരത്തിലുള്ള കഷായമാണ് കേട്ടോ. ഓക്കെ. അപ്പം അത് കുടിച്ച് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചായയാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പം എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല. ചിലപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് വന്നിട്ട് 9 മണിക്കൊക്കെ ആയിരിക്കും ചായ ഇടുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് കറക്റ്റ് സമയത്തിനൊക്കെ ചായ കുടിച്ച്. പിന്നെ ഞാൻ ഈ ഗ്ലാസ്സിലുമല്ല കേട്ടോ കുടിക്കുന്നത്. അപ്പം ഞാൻ മിക്കവാറും ഒരു കപ്പിലൊക്കെ ആയിരിക്കും കുടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചായ കാണണ്ടേ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ചായ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലായിട്ട് എടുത്തത്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടോ? അപ്പം നിങ്ങൾക്കറിയാമല്ലോ ചായ ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആണെന്ന്. ഞാനും സാറും കീർത്തനയും ഭയങ്കര ചായ കുടിയാണ് കേട്ടോ. നല്ല പാലൊക്കെ എടുത്ത് നല്ല കടുപ്പത്തിൽ നല്ല മധുരത്തിലൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ചായ. പക്ഷേ ഇതിന് ഇച്ചിരി കടുപ്പം കുറവുണ്ട്. കാരണം എൻ്റെ അമ്മയ്ക്ക് ഇട്ട ചായയിൽ നിന്നാണ് ഞാൻ എടുത്തത് കേട്ടോ. അമ്മയ്ക്ക് അത്ര കടുപ്പം വേണ്ട. അപ്പോൾ അതിനുശേഷം ഞാനൊരു കട്ടൻ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ബ്രദർ വന്നിരുന്നു. അപ്പം ബ്രദറിന് കാപ്പി കൊടുക്കാൻ നേരത്ത് കട്ടൻ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പം എനിക്കും ഒരു കട്ടൻ എടുത്തു. അപ്പം ആ ഒരു കട്ടൻ ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും എനിക്ക് വലിയ കുഴപ്പമില്ല. എങ്കിലും രാവിലെയൊക്കെ കട്ടൻ ഇച്ചിരി പാടാണ്. വൈകുന്നേരമൊക്കെ ഓക്കെയാണ് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമായിരുന്നു. അപ്പവും ഉരുളക്കിഴങ്ങ് കറിയുമായിരുന്നു. അപ്പോൾ നല്ല അപ്പവും കറിയൊക്കെ ആണെങ്കിൽ ഞാൻ 2 അപ്പമൊക്കെ കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ നോർമലി ഞാൻ ഒരപ്പമൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന അപ്പത്തിന് ഭയങ്കര പേരാണ് കേട്ടോ. അപ്പം എന്നെ ഈ അപ്പം ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ, കവിത. അപ്പം നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാതെ തേങ്ങാപ്പാലിലാണ് കേട്ടോ ഈ അപ്പം ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സാറിൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ സാറ് വീട്ടിൽ നിൽക്കുന്ന ദിവസമാണെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ചായ ഇടും. അപ്പം അടുത്ത ചായ ഒരു 11-11:30 ആയപ്പോൾ ഇട്ടു. അപ്പം അതും കുടിച്ച് ഞങ്ങൾ വെളിയിലിരുന്നു. അപ്പം ആ ചായ കുടിയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ചായ കുടി കേട്ടോ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രാവിലെ കഴിക്കാനുള്ള ഗുളിക 11:30 ആയെങ്കിലും ചിലപ്പോൾ അപ്പോഴൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം 2-3 ടൈപ്പ് ഗുളികയുണ്ട്. അപ്പോൾ ഈ നീല കളറിൽ കാണുന്ന ഗുളിക എന്ന് പറഞ്ഞാൽ നമുക്ക് വേദനയ്ക്കുള്ള ഗുളികയാണ്. ആ ഒരു ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ കാലിൻ്റെ മുട്ടിനുള്ളൊരു ഗുളികയാണ്. പിന്നെ ഈ കാപ്പിപ്പൊടി ഗുളികയുടെ ഉപയോഗം എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഒരു 2-2:30 ആയപ്പോൾ നമ്മൾ ചോറ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ചോറും മീൻകറിയും, മാങ്ങയിട്ട മീൻകറിയും മീൻ പൊരിച്ചതും പിന്നെ ഒരു വൻപയർ കായ് ഒരു ഉടച്ച് കറിയും പിന്നെ പരിപ്പും പപ്പടമായിരുന്നു. ഇതെന്ത് കോമ്പിനേഷനെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. എനിക്ക് തന്നെ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവരെയൊക്കെ പറയണ കാര്യമുണ്ടോ. പിന്നെ പരിപ്പും പപ്പടവും വെച്ചത് അമ്മയ്ക്കൊരു ഇച്ചിരി ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. സാറിനും ഇഷ്ടമാണ്. പക്ഷേ സാറിന് പരിപ്പും പപ്പടത്തിൻ്റെ കൂടെ ചിക്കനും കൂടെ വേണം കേട്ടോ. പക്ഷേ ചിക്കനൊന്നും ഇല്ലായിരുന്നു. ഓക്കെ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു. വയറ് നിറയാനല്ലേ. ഓക്കെ. പിന്നെ വൈകുന്നേരമായി. അപ്പോൾ വൈകുന്നേരം നമ്മൾ ചായ ഇട്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ ടെറസിൽ പോയി നിന്നാണ് കേട്ടോ ചായ കുടിച്ചത്. അത് വേറൊന്നും കൊണ്ടല്ല, മുകളിലേക്ക് പോയപ്പോൾ ചായയും കൂടി എടുത്തുകൊണ്ട് പോയി. പിന്നെ ഒരു ഷോ എല്ലാം കാണിച്ച് കുടിക്കാമെന്ന് കരുതി ഫോണൊക്കെ ഒന്ന് ചാരി വെച്ച് അങ്ങനെ ഇച്ചിരി ഗെറ്റപ്പും ഗമിയൊക്കെ ഇട്ട് നിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ വൈകിട്ട് ഞാനും ക്യൂട്ടിയും കൂടെ സിനിമയും കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുറച്ച് മുറുക്ക് തിന്നു കേട്ടോ. അപ്പോൾ തിലകം വന്നപ്പോഴത്തേക്കും ബീട്രൂട്ട് ചേർന്ന മുറുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല കിറുക്കാന്നിരുന്നു. അപ്പം അത് കടുത്ത് കഴിച്ചുകൊണ്ട് കുറച്ച് നേരം സിനിമ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. രാത്രിയായി. ഞാൻ എന്താ ചോറും പൊരിച്ച മീനും മീൻ കറിയും എടുത്തിട്ടുണ്ട്. സാറിന് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. സാറൊരു ഇച്ചിരി കഞ്ഞിയായിട്ട് കുടിച്ചു. തൈരൊക്കെ ഒഴിച്ച് കഞ്ഞിയായിട്ട് കുടിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. പിന്നെ രാത്രിയിൽ സാറിന് വേണ്ടി കുറച്ച് ഷാർജ അടിച്ചു. എന്നാലും സാറിൻ്റെ പേരിലാണെങ്കിലും ഞാനും കൂടെ കുറച്ച് കുടിച്ചു. അപ്പം ഇതിനകത്ത് നമ്മൾ പഴവും നമ്മളുടെ വീട്ടിൽ മാങ്ങ വീഴുന്നുണ്ട് കേട്ടോ. പുഴുവാവും പക്ഷേ മൊത്തവും. അപ്പം അതിനകത്തുനിന്ന് കേടില്ലാത്ത ഭാഗം നോക്കി പഴുത്ത മാങ്ങയെന്ന് കട്ട് ചെയ്ത് അപ്പം അതും പഴവും കട്ടിയാക്കിയ പാലുമാണ് കേട്ടോ അതടിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം അതും സിനിമ കണ്ടുകൊണ്ടേ ഇരുന്ന് കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ രാത്രി കഴിക്കേണ്ട ഗുളികകളാണ്. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ കഴിപ്പ്. ഇച്ചിരി കൂടിപ്പോയില്ലേ ഗെയ്സ്.
കുറേശ്ശെ കുറേശ്ശെ ആണെങ്കിലും ഒരുപാട് സമയം കഴിച്ചു എന്ന് എനിക്ക് തന്നെ തോന്നി കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വ്ളോഗിൽ കാണാം.